Good morning, all. Then magnetic electromagnetic induction ലാസ്റ്റ് പോർഷനിലാണ് നമ്മളുള്ളത്. അപ്പോൾ ക്വസ്റ്റ്യൻസ് നോക്കാം. The next question നോക്കിക്കേ. When is the magnetic flux is said to be positive? അപ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സ് എപ്പോഴാണ് പോസിറ്റീവ് ആയിട്ട് വരിക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എന്താണ് നമുക്കറിയാം, മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ഇക്വേഷൻ എന്താണ്? ഫ്ലക്സ് ഈക്വൽ ടു NBA കോസ് തീറ്റ. അപ്പൊ തീറ്റയ്ക്ക് ഏത് വാല്യൂ വരുമ്പോഴാണ് ഫൈന്റെ വാല്യൂ പോസിറ്റീവ് ആവുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം തീറ്റ ഈക്വൽ ടു 0 ആവുമ്പോൾ കോസ് തീറ്റ 1 ആണ്. ദെൻ തീറ്റ ഈക്വൽ ടു 180 ആവുമ്പോൾ എന്തായിരിക്കും? കോസ് തീറ്റ -1 ആണ്. അപ്പൊ ആൻസർ എന്ന് പറയുമ്പോൾ പിന്നെ 90ക്ക് എന്താണ്? തീറ്റ 90 ആവുമ്പോൾ കോസ് തീറ്റ എന്ന് പറയുന്നത് 0 ആണ്. അപ്പൊ നമുക്ക് പോസിറ്റീവ് വാല്യൂ കിട്ടുന്നത് തീറ്റ ഈക്വൽ ടു 0 ഓക്കെ. ദെൻ എക്സ്പ്ലനേഷൻ ഒന്ന് വായിച്ചു നോക്കാം. എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് എ നോർമൽ ടു എ പ്ലെയിൻ ക്യാൻ ബി ഡ്രോൺ ഫ്രം എയ്തർ സൈഡ് ഇഫ് ദ നോർമൽ ഡ്രോൺ ടു എ പ്ലെയിൻ പോയിന്റ് ഔട്ട് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ ഫീൽഡ് ദെൻ theta equal to 0 degree and the flux are taken as positive if the flux is positive and increase the voltage will be negative. അത് ഈ ലാസ്റ്റ് പോയിന്റ് ഓർത്ത് വെക്കുക. if the flux is positive and increasing the voltage will be negative. അതെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? E എന്ന് പറയുന്നത് -dϕ/dt ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് പറയുന്ന ഒരു പോയിന്റ് ആണിത്. ഓക്കെ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ട്രൂ ഓർ ഫോൾസ് ക്വസ്റ്റ്യൻ ആണ് കൊടുത്തിട്ടുള്ളത്. ദ ടോട്ടൽ നമ്പർ ഓഫ് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ക്രോസിംഗ് ദ സർഫേസ് പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് നോർമലി ഈസ് കാൾഡ് മാഗ്നറ്റിക് ഇൻഡക്ഷൻ. നമുക്കറിയാം മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത് അതല്ല. ഈ പറഞ്ഞത് എന്താണ്? ഫ്ലക്സിന്റെ ഡെഫിനിഷൻ ആണ്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഫോൾസ് ആണ്. മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത് ഫ്ലക്സ് ചേഞ്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കറണ്ട് ചേഞ്ച് ചെയ്ത് ഫ്ലക്സ് കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന EMF ഇൻഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ഈ പറഞ്ഞ ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്തിന്റെയാണ്? ഫ്ലക്സിന്റെ ആണ്. ഓക്കെ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്? കാൽക്കുലേറ്റ് ദ മാഗ്നറ്റിക് ഫ്ലക്സ് when the magnetic field is perpendicular to the surface area. അപ്പൊ നമുക്കറിയാം മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത് B ഇൻറ്റു NBA കോസ് തീറ്റ. ഇവിടെ സർഫസ് ഏരിയക്ക് ΔS കൊടുത്തിട്ടുള്ളത്. അപ്പോ തീറ്റ എന്ന് പറയുമ്പോൾ 0 ഡിഗ്രി, തീറ്റ 0 ഡിഗ്രി ആവുമ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സ് എന്താവും? B ഇൻറ്റു ΔS. ΔS സർഫസ് ഏരിയയാണ് അവർ ഡിനോട്ട് ചെയ്യുന്നത്. So it follows the magnetic flux linked with the surface is maximum when the direction of magnetic field is perpendicular to the surface area. അപ്പൊ എപ്പോഴാണ് അത് മാക്സിമം ആവുന്നത്? എന്താണ് ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ സർഫസ് ഏരിയ. അതായത് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് സർഫസ് ഏരിയക്ക് പെർപെൻഡിക്കുലർ ആവുമ്പോഴാണ് മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത് എന്താവുന്നത്? മാക്സിമം ആവുന്നത്. എന്താ പറഞ്ഞത്? ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ സർഫസ് ഏരിയ. ഓക്കെ. The magnetic flux linked with a surface is maximum
when the direction of magnetic field is perpendicular to the surface area. നമ്മൾ പെർപെൻഡിക്കുലർ എന്ന് പറയുമ്പോൾ നമുക്ക് മൈൻഡിൽ വരും എന്താണ് 90 ഡിഗ്രി ആണ്. അപ്പൊ നമുക്ക് പിന്നെ എന്ത് വരും, നമ്മള് കോസ് 90 ആവുമ്പോ 0 ആണല്ലോ, അത് എന്ന് പറയുന്നത് മിനിമം വാല്യൂ ആണല്ലോ എന്നാണ് നമ്മളെ മൈൻഡിൽ വരിക. അപ്പൊ മാറിപ്പോവരുത്. ഇപ്പൊ നമ്മൾ അങ്ങനെ ഡയറക്റ്റ് ഇത് വെച്ചിട്ടല്ല ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്താണ്, നോർമൽ ടു ദ മാഗ്നറ്റിക് ഫീൽഡും സർഫസ് ഏരിയയും തമ്മിലുള്ള ആംഗിൾ ആണ് നമ്മൾ എന്താണത് ഈ ഒരു ഇക്വേഷനിൽ കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് മാഗ്നറ്റിക് ഫ്ലക്സ് ഈസ് മാക്സിമം when the direction of the magnetic field is perpendicular to the സർഫസ് ഏരിയ. അപ്പൊ ഡയറക്ഷൻ ഓഫ്, ഇവിടെ ഇപ്പൊ നമ്മളൊരു സർഫസ് ഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് പെർപെൻഡിക്കുലർ പറയുമ്പോൾ ഇങ്ങനെ വരും. ഈ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡിനെ നോർമലി നമ്മൾ വരക്കുന്ന ഇത് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇതിന്റെ നോർമൽ എന്ന് പറയുന്നത് സർഫസ് ഏരിയക്ക് പാരലൽ ആവും. ഓക്കെ, അപ്പൊ എന്താവും, തീറ്റ എന്ന് പറയുന്നത് എന്താണ്, സർഫസ് ഏരിയയും ഈ നോർമലും തമ്മിലുള്ള തീറ്റ 0 ഡിഗ്രി ആവും. സോ കോസ് തീറ്റ എന്ന് പറയുന്നത് 1 ആവും. സോ ഫ്ലക്സ് എന്ന് പറയുന്നത് മാക്സിമം ആവും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത് വിച്ച് ടൈപ്പ് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത് വിച്ച് ടൈപ്പ് ഓഫ് ക്വാണ്ടിറ്റി ആണ്. നമുക്കറിയാം സ്കേലാർ ക്വാണ്ടിറ്റി ആണ് നമുക്ക് ഫ്ലക്സിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ബി ഡോട്ട് എ ആണല്ലോ. സോ അതെന്ന് പറയുന്നത് എന്താണ്, ഒബിയസ്ലി അതൊരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. ഓക്കെ, അപ്പൊ ഈ എക്സ്പ്ലനേഷൻ ഒന്ന് റീഡ് ചെയ്ത് നോക്കിയേ. ഇത് കറക്റ്റ് പറയുന്നുണ്ട്. ദ മാഗ്നറ്റിക് ഫ്ലക്സ് ഈസ് മെഷേർഡ് ആസ് ദ പ്രൊഡക്റ്റ് ഓഫ് ദ കമ്പോണന്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് നോർമൽ ടു ദ സർഫസ്. പ്രൊഡക്റ്റ് ഓഫ് കമ്പോണന്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് നോർമൽ ടു ദ സർഫസ്. അതായത് മാഗ്നറ്റിക് ഫീൽഡ് സർഫസിന് നോർമൽ ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ കമ്പോണന്റും ആൻഡ് ദ സർഫസ് ഏരിയ. ഓക്കെ, സർഫസ് ഏരിയയും മാഗ്നറ്റിക് ഫീൽഡിന് സർഫസ് ഏരിയക്ക് നോർമൽ ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് കമ്പോണന്റും തമ്മിലുള്ള പ്രൊഡക്റ്റിനെയാണ് എന്ത് പറയുന്നത്, നമ്മൾ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. ഈ ഒരു ഡെഫിനിഷന് ഓർത്ത് വെക്കുക. ദെൻ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത് ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. നമ്മൾ നേരത്തെ കണ്ടതിന്റെ നേരെ ഓപ്പോസിറ്റ് ക്വസ്റ്റ്യൻ ആണ് എപ്പോഴാണ് എന്ത് മാഗ്നറ്റിക് ഫ്ലക്സ് നെഗറ്റീവ് ആവാന്നുള്ളത്. അപ്പൊ നമുക്കറിയാം തീറ്റയില് കോസ് തീറ്റ 1 ആണെങ്കിൽ തീറ്റ ഈക്വൽ ടു 180 എന്ത് വരുന്നത്, കോസ് തീറ്റ -1 വരുന്നത്, അതായത് നെഗറ്റീവ് വാല്യൂ വരുന്നത്. ഓക്കെ, അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു ഫ്ലക്സ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആൻഡ് ഇൻക്രീസിങ് ആണെങ്കിൽ വോൾട്ടേജ് എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ആയിരിക്കും എന്നുള്ളത്. ഓക്കെ, if the magnetic field is pointing opposite to the direction of surface area, then the value of this flux is negative. Okay, the next question like പോവാം. എന്താ പറയുന്നത്, a closed loop move normal to the constant electric field. A closed loop move normal to the constant electric field between the plates of a large capacitor. What is the amount of current produced when it is wholly inside region between the capacitor plate? അപ്പോൾ ഇവിടെ ഡയറക്റ്റ് പറയാണ്, കപ്പാസിറ്റർ പ്ലേറ്റ്സിന്റെ ഇടയിൽ വോളി ആണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവുന്ന കറണ്ട് പ്രൊഡ്യൂസ്ഡ്, അതായത് ഇൻഡ്യൂസ്ഡ് കറണ്ട് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അവിടെ എക്സ്പ്ലനേഷനിൽ പറയുന്ന no current is produced when it is wholly inside the region between the capacitor plates. Current cannot be induced by changing electric flux.
So the amount of current produced when it is wholly inside the region between the capacitor plates. അതായത് കറണ്ട് ഇൻഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സിലാണ് ചേഞ്ച് വരുന്നത്. cannot be induced by changing electric flux. Okay. Then next നോക്കാം. Current in a wire passing normally through the center of a conducting loop is increasing at a constant rate. What is the net current induced in the loop? ഒരു കണ്ടക്ടിംഗ് ലൂപ്പിന്റെ സെന്ററിലൂടെ ഒരു കറണ്ട് ക്യാരിങ് വയർ പാസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇൻക്രീസിങ് അറ്റ് എ കോൺസ്റ്റന്റ് റേറ്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നെറ്റ് കറണ്ട് ഇൻഡ്യൂസ്ഡ് എത്രയാണെന്ന് ചോദിക്കുന്നത്. നമുക്കറിയാം റേറ്റ് ഓഫ് ചേഞ്ച് പെർ ടൈം എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു ടൈം എന്ന് പറയുന്നത് എന്താണ് കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ട് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദ ലൂപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും 0 ആയിരിക്കും. സോ ഹെൻസ് നോ കറന്റ് ഈസ് ഇൻഡ്യൂസ്ഡ് ഇൻ ദ ലൂപ്പ്. ഓക്കെ, കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമില്ല. Then next ക്വസ്റ്റ്യനിലേക്ക് ഐഡന്റിഫൈ ദ ലോ used to find the direction of eddy current. അപ്പോൾ എഡ്ഡി കറന്റും എ ടൈപ്പ് ഓഫ് എന്താണ് ഇൻഡ്യൂസ്ഡ് കറന്റ് തന്നെയാണ്. സോ ഇൻഡ്യൂസ്ഡ് കറന്റിന്റെ ഡയറക്ഷൻ അല്ലെങ്കിൽ പൊളാരിറ്റി ഡിറ്റർമൈൻ ഡയറക്ഷൻ അല്ലെങ്കിൽ പൊളാരിറ്റിന്റെ ഒരു ആക്ഷനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്താണ് ലെൻസസ് ലോയാണ്. ഓക്കെ, ഇവിടെ പറയുന്നത് നോക്കിയാൽ എഡ്ഡി കറന്റ് ആർ ദ കറന്റ് ഇൻഡ്യൂസ്ഡ് ഇൻ എ solid metallic masses when the magnetic flux threading through them. Okay, next നോക്കാം. Identify the expression for motional electromotive force. നമുക്കറിയാം motional electromotive force ഇക്വേഷൻ എന്ന് പറയുന്നത് ഈക്വൽ ടു മൈനസ് വി എൽ ഇൻറ്റു ബി എന്ന് പറയുന്നതാണ്. ഓക്കെ, ഇവിടെ ബി എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫ്ലക്സ്, എൽ എന്ന് പറയുന്നത് സെൽഫ് ഇൻഡക്റ്റൻസ്, വി എന്ന് പറയുന്നത് വോൾട്ടേജ് ആണ് നമുക്കറിയാം. സോ അതിലൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചാല് the equation is true as long as the velocity, magnetic field and length length are mutually perpendicular to each other. ഞാൻ എല്ലാം എന്താ പറഞ്ഞത് ഇൻഡ്യൂസ്ഡ് സെൽഫ് ഇൻഡക്റ്റൻസ് ആണെന്നാ പറഞ്ഞത്, ലെങ്ത് ആണ്, എന്നോട് മാറിപ്പോയതാണ്. സോ ഇത് മൂന്നും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആവുമ്പോഴാണ് എന്ത് വരുന്നത്, ഈ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് ട്രൂ ആവുന്നത്. ഓക്കെ, ആൻഡ് ദ നെഗറ്റീവ് സൈൻ ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ ലെൻസസ് ലോ. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ലാസ്റ്റ് പോർഷനിലേക്ക് മാറ്റി വെച്ചതായിരുന്നു സിമ്പിൾ ക്വസ്റ്റ്യൻസ്. ഫസ്റ്റിൽ നമ്മൾ പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യാനാണ് നോക്കിയത്. A bar of length 0.7 meters slides along a bar of length 0.7 meters slides along metal rails at a speed of 1 meter per second. The bar and rails are in magnetic field of 20 Tesla pointing out in the page. Calculate the emotional EMF. Emotional EMF കാണാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. തൊട്ട് മുന്നെയാണ് നമ്മൾ മോഷണൽ ഇ എം എഫിന്റെ ഇക്വേഷൻ കണ്ടത്. നമുക്ക് മോഷണൽ ഇ എം എഫിന്റെ ഇക്വേഷൻ എന്താണെന്നറിയാം, മൈനസ് വി ഇൻറ്റു എൽ ഇൻറ്റു ബി ആണ് തന്നിട്ടുണ്ട്. ലെങ്ത് എൽ എന്ന് പറയുന്നത് 0.7 ആണ് തന്നിട്ടുണ്ട്. ദെൻ സ്പീഡ് പറയുന്നത് 1 meter per second ആണ് തന്നിട്ടുണ്ട്. ദെൻ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് 20 ടെസ്ല ആണ് തന്നിട്ടുണ്ട്. ജസ്റ്റ് ഇക്വേഷനിൽ അപ്ലൈ ചെയ്യേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ വി എന്ന് പറയുന്നത് 1 meter per second, ദെൻ എൽ എന്ന് പറയുന്നത് 0.7,
ദെൻ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് എന്താണ് 20. ജസ്റ്റ് അപ്ലൈ ചെയ്തു 0.7 ഇൻറ്റു 20. 0.7 ഇൻറ്റു 20 എന്ന് പറയുമ്പോൾ 7 ഇൻറ്റു 2 14. ഓക്കെ, ഈ ഒരു 10 അത് 0.7 ഇൻറ്റു 2 പറയുമ്പോൾ 1.4 ആയിരിക്കും. ദെൻ 20യിലെ 10 യൂസ് ചെയ്തിട്ട് നമുക്ക് അതിനെന്താക്കാം 40 വോൾട്ട് ആക്കി മാറ്റി. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. A bar length of A bar length of 0.15 meter slides along metal rails at a speed of 5 meter per second. The bar and rails are in magnetic field of 40 Tesla pointing out into the page. The resistance of two resistors in parallel two resistors in parallel is both 20 ohm and the resistance of the bar is 5 ohm. What is the current in the bar? എന്നാണ് ക്വസ്റ്റ്യൻ. സെയിം ക്വസ്റ്റ്യൻ ആണ്. നമ്മളോട് ഇവിടെ കറണ്ട് ആണ് ചോദിക്കുന്നത്. നേരത്തെ നമ്മൾ EMF ആണ് കണ്ടത്. ഇപ്പൊ ജസ്റ്റ് നമുക്ക് റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. നമുക്കറിയാം ഓംസ് ലോ വെച്ചിട്ട് നമുക്ക് കറണ്ട് ഫൈൻഡ് ചെയ്യാവുന്നേ ഉള്ളൂ. ഇത് പറയുന്നത് V/R പുട്ട് ചെയ്തിട്ട്. അപ്പൊ അതിന് മുന്നേ നമ്മൾ എന്ത് കാണണം? കാണണം. കാണാൻ ഡയറക്റ്റ് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇക്വേഷനിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ L.15 ആണ് തന്നിട്ടുണ്ട്, P40 ആണ് തന്നിട്ടുണ്ട്, V എന്ന് പറയുന്നത് 5 മീറ്റർ പെർ സെക്കൻഡ് ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ക്വസ്റ്റ്യൻ ഇക്വേഷനിൽ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? V ഇൻറ്റു L ഇൻറ്റു ബിയിൽ ഓരോ ടേംസിനും വാല്യൂസ് പുട്ട് ചെയ്ത് കൊടുത്ത് നമ്മൾക്ക് എന്ത് കിട്ടി? EMF 30 വോൾട്ട് ആണ് കിട്ടി. ദെൻ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് രണ്ട് റെസിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് പാരലൽ ആണ്. രണ്ട് ഈക്വൽ റെസിസ്റ്റേഴ്സ് ആണ് പാരലൽ എന്ന് പറയുന്നത്. സോ 1/R എന്ന് പറയുന്നത് എന്താണ്? 1/R1 പ്ലസ് 1/R2 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടും? ഈക്വലന്റ് റെസിസ്റ്റൻസ് R എന്ന് പറയുന്നത് പാരലൽ റെസിസ്റ്റൻസിൻ്റെത് 10 ഓം ആണെന്ന് കിട്ടും. ദെൻ എക്സ്ട്രാ റെസിസ്റ്റൻസും കൂടി 5 ഓമിൻ്റെ ഉണ്ട് റെയിൽ. സോ അതും കൂടി പ്ലസ് ചെയ്തിട്ട് നമുക്ക് കറണ്ട് എന്ന് പറയുന്നത് ഇക്വലന്റ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റിസൾട്ടന്റ് റെസിസ്റ്റൻസ് 50 ഓം കിട്ടും. ദെൻ E/R പുട്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? കറണ്ട് മെഷർ ചെയ്യാണ്. നമുക്ക് എന്താണ് EMF ഓൾറെഡി 30 വോൾട്ട് കിട്ടിയിട്ടുണ്ട്. ദെൻ ലാസ്റ്റ് എന്താണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്ത് കിട്ടി? 50 ഓം കിട്ടി. ദെൻ 30/50 2 ആംപിയർ ഫൈനൽ ആൻസർ. ഓക്കെ, then next question, pick out the expression for power in a rectangular conductor. റെക്ടാങ്കുലർ കണ്ടക്ടറിലെ പവറിനുള്ള എക്സ്പ്രഷൻ ആണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താ പറയാ? EMF എന്ന് പറയുന്നത് PLV ആണ്. സോ പവർ എന്ന് പറയുന്നത് എന്തായിരിക്കും? പവറിന്റെ ഇക്വേഷന് I²R ഉണ്ട്, V²/R ഉണ്ട്, P = V × I ഉണ്ട്, P = I²R ഉണ്ട്, ദെൻ P = എന്തുണ്ട്? V²/R ഉണ്ട്. അപ്പോൾ ഇതിൽ ഏത് ഇക്വേഷൻ ആണെന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ഇക്വേഷനിൽ ഒന്ന് പുട്ട് ചെയ്ത് കൊടുക്കണം. നമുക്ക് ഇവിടെ കറണ്ടിന്റെ ഇക്വേഷൻ നമുക്കറിയാം. കറണ്ടിന്റെ ഇക്വേഷൻ എന്താണ്? E/R ആണ്. സോ PLV/R. ദെൻ പവർ എന്ന് പറയുന്നത് I²R
ഈ ഇക്വേഷൻ പുട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ബി സ്ക്വയർ എൽ സ്ക്വയർ വി സ്ക്വയർ ബൈ ആർ എന്നുള്ളത് ഫൈനൽ ആൻസർ കിട്ടും. ഓക്കെ, പവറിന്റെ ഏത് ഇക്വേഷനാണ് സെലക്ട് ചെയ്യുന്നത് എന്നുള്ളത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തെടുക്കും? ഇവിടെ നോക്കിയാൽ എല്ലാത്തിനും ഡിവൈഡഡ് ബൈ ആറാണ് നമ്മളെ ഓപ്ഷനിൽ ഉള്ളത് ആണല്ലോ. അപ്പോൾ വി ഇൻറ്റു ഐ എന്നുള്ള ഒരു ഇക്വേഷൻ ഇവിടെ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A circular coil having an area of 3.14 into 10 raised to minus 2 meters square and 30 turns is rotated about the vertical diameter with an angular speed of 70 radians in a uniform horizontal magnetic field of magnitude 5 into 10 raised to minus 2 Tesla. If the coil forms a closed loop of resistance 50 ohm, what is the average power loss due to the joule heating? ജൂൾ ഹീറ്റിംഗ് വഴി ഉണ്ടാകുന്ന പവർ ലോസ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുള്ളത് എന്തൊക്കെയാണ്? ടേൺസ് തന്നിട്ടുണ്ട്. എൻ എന്ന് പറയുന്നത് 30 ആണ്. ദെൻ ഏരിയ എന്ന് പറയുന്നത് 3.14 into 10 raised to minus 2 ആണ്. ആംഗുലർ വെലോസിറ്റി ഒമേഗ 70 റേഡിയൻ ആണ്. ദെൻ മാഗ്നറ്റിക് ഫീൽഡ് ടെസ്ല 5 into 10 raised to minus 2 ടെസ്ലയാണ്. മാഗ്നറ്റിക് ഫീൽഡ് ബി എന്ന് പറയുന്നത് 5 into 10 raised to minus 2 ടെസ്ലയാണ്. ദെൻ റെസിസ്റ്റൻസ് 50 ഓം ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മള് എന്താണ് EMFന്റെ ഇക്വേഷന്, ഓക്കെ, അതായത് നമുക്ക് തന്നിട്ടുള്ള വാല്യൂസ് വെച്ചിട്ടുള്ള EMFന്റെ ഇക്വേഷന് എന്ന് പറയുന്നത് തന്നിട്ടുള്ള EMFന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് NAB ഒമേഗ ആണ്. ഇവിടെ എല്ലാ ടേംസും ക്വസ്റ്റ്യനിൽ ഓൾറെഡി തന്നിട്ടുള്ളതാണ്. ദെൻ ക്വസ്റ്റ്യൻസ് ഇക്വേഷനിൽ ജസ്റ്റ് പുട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ E എന്ന് പറയുന്നത് 3.297 വോൾട്ട് എന്നുള്ളത് കിട്ടും. ദെൻ ഈ കിട്ടിക്കഴിഞ്ഞാൽ R ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ദെൻ കറണ്ട് എന്ന് പറയുമ്പോൾ E/R ആണ്. ദെൻ 3.297 ഡിവൈഡ് ബൈ 150 എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും? കറണ്ട് എന്ന് പറയുന്നത് 0.2198 ആംപിയർ ആണ്. ദെൻ ആവറേജ് പവർ, അതായത് ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി? ആവറേജ് പവർ എന്ന് പറയുന്നത് P/2 ആണ്. ദെൻ പവർ എന്ന് പറയുന്നത് എന്താണ്? I²R ആണ്. ദെൻ ആവറേജ് പവർ എന്ന് പറയുമ്പോൾ I²R/2. ഓക്കെ, ദെൻ ഇക്വേഷനിൽ ജസ്റ്റ് പുട്ട് ചെയ്ത് കൊടുക്കുക. ദെൻ ഇക്വേഷനിൽ പുട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? P equal to I²R/, അതായത് ആവറേജ് പവർ എന്ന് പറയുന്നത് I²R, ദെൻ ആവറേജ് പവർ എന്ന് പറയുമ്പോൾ I²R/2. ഓക്കെ, അപ്പൊ ദെൻ ഇക്വേഷനിലെ ഡയറക്റ്റ് വാല്യൂസ് പുട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? P equal to 0.362 വാട്ട് എന്ന് കിട്ടും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം.
then last ക്വസ്റ്റ്യനിലാണ് നമ്മളുള്ളത്, അതായത് റിലേഷൻ ബിറ്റ്വീൻ ചാർജ് ഫ്ലോ ആൻഡ് ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ്. ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സും ചാർജ് ഫ്ലോയും തമ്മിലുള്ള റിലേഷൻ ആണ് ചോദിക്കുന്നത്. ജസ്റ്റ് ആദ്യ എക്സ്പ്ലനേഷനിലേക്ക് നോക്കാം. There is a relationship between the charge flow through the circuit and the change in magnetic flux. അതായത് സർക്യൂട്ടിൽ ഉണ്ടാവുന്ന ചാർജ് ഫ്ലോയും മാഗ്നറ്റിക് ഫ്ലക്സും തമ്മിലൊരു റിലേഷൻ ഉണ്ട്. അക്കോർഡിംഗ് ടു ഫാരഡേസ് ലോ, ദ ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയാ, ഇത് ജസ്റ്റ് ഞാൻ കാണിക്കാം. പ്രിന്റിങ് കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. നമുക്കറിയാം E എന്ന് പറയുന്നത് 5B എന്നാണ് കേട്ടോ. 5B/Δt എന്നാണ്. Δt നമ്മൾ d5/dt എന്ന് പറയുന്നതിന് ഇക്വലന്റ് ആയിട്ടുള്ള ഒരു ഇതാ പറഞ്ഞേ. ദെൻ E എന്ന് പറയുന്നത് എന്താണ് നമുക്കറിയാം, V = IR ആണ് നമ്മൾ ഓംസ് ലോ വെച്ചിട്ട്. അപ്പോൾ IR എന്നുള്ളത് വെച്ച് നോക്കുമ്പോൾ എന്ത് വരും, E = IR ആണെന്ന് നമുക്കറിയാം ആണല്ലോ. അപ്പോൾ I എന്ന് പറയുന്നത് എന്താണ്, Q/T ആണ്. അതാണ് ΔQ/Δt എന്നുള്ളത്. ഓക്കെ, therefore ചാർജ് ഫ്ലോ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ കറണ്ട് ഇല്ല ഇവിടെ പറയുന്നത്, ചാർജിന്റെ കേസാണ് പറയുന്നത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ഇതിന്റെ ഇക്വേഷൻ എന്ത് കിട്ടും, ഇത് ΔQ, സോറി, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ചാർജ്, അതായത് ΔQ/Δt എന്ന് പറയുന്നത് എന്താണ്, കറണ്ട് ആണ്. ഇപ്പൊ EMF വരുമ്പോ ഇൻറ്റു ആറും കൂടി വരും അല്ലെ, റെസിസ്റ്റൻസിന്റെ ആറും കൂടി. ദെൻ ഈ ഇക്വേഷൻ നമുക്ക് ലാസ്റ്റ് കിട്ടിയ ഇക്വേഷൻ E = ΔQ/Δt, അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ചാർജ് ഇൻറ്റു ആറാണ് റെസിസ്റ്റൻസ് ആണ് എന്ത് നമ്മളെ EMF എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ നിന്ന് ചാർജ് ഫ്ലോ എന്ന് കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ ΔQ എന്ന് പറയുന്നത് എന്താണ്, മുകൾക്ക് എഴുതി കാണിക്കാം. ദെൻ ΔQന്റെ ഇക്വേഷൻ നമുക്ക് എന്ത് കിട്ടും, E × E/E/R × ΔT എന്ന് കിട്ടും. ഓക്കെ, ദെൻ ഇക്ക് പകരം നമ്മൾ d5B/Δt അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും, ΔQ = ഇക്ക് നമുക്ക് എന്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം, 5B/Δt. ബാക്കി ആർക്കുള്ളത്, Δt/R ഉണ്ട്. അപ്പോൾ ΔTയും ΔTയും ക്യാൻസൽ ആയാൽ ലാസ്റ്റ് ചാർജ് ഫ്ലോ = എന്ത് വരും, 5B/R എന്ന് കിട്ടും. അതായത് റേഷ്യോ ഓഫ് ചാർജ് ഫ്ലോ എന്ന് പറയുന്നത് റേഷ്യോ ഓഫ് ഫ്ലക്സ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് ഓഫ് ദ ലൂപ്പ്, അല്ലെങ്കിൽ ആ ഒരു ഇതിലാണോ ചാർജ് ഫ്ലോ ഉള്ളത് ആ ഒരു കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് എന്ന് പറയാം. അപ്പോൾ ചാർജ് ഫ്ലോയും മാഗ്നറ്റിക് ഫ്ലക്സും തമ്മിലുള്ള റിലേഷൻ ആണ് ΔQ = 5B/R എന്ന് പറയുന്നത്. സോ ഒരുവിധം ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ പരിചയപ്പെട്ടു. അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷന്റെ ഫൈനൽ ക്ലാസ് ആണിത്. ക്ലാസ് നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. സോ താങ്ക് യു ഓൾ.